ഏതൊരു മ്യൂസിക് ട്യൂട്ടറിൻ്റെയും ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഒരു കുട്ടിയെ മ്യൂസിക് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് 1-2 മാസം കഴിഞ്ഞ ഉടനെ തന്നെ ആ കുട്ടിയുടെ പേരൻ്റ് വന്നിട്ട് കുട്ടിയെ ഒരു പാട്ട് വായിപ്പിക്കണം, അല്ലെങ്കിൽ കുട്ടിക്ക് ഒരു പെർഫോമൻസിന് പങ്കെടുക്കണം, അതിന് വേണ്ടിയിട്ട് കുട്ടിയെ ട്രെയിൻ ചെയ്യണം എന്ന് പറയുന്നതാണ്. ഇത് എന്നെ സംബന്ധിച്ച് ഏതൊരു ട്യൂട്ടറിൻ്റെയും വലിയൊരു ചലഞ്ചാണ്. വയലിൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റ് പഠിക്കാനായിട്ട് തങ്ങളുടെ കുട്ടികളെ കൊണ്ട് ഒരു ട്യൂട്ടറിൻ്റെ അടുത്ത് ആക്കിയാൽ എന്തെങ്കിലും ഒരിക്കൽ മറ്റുള്ളവരുടെ മുന്നിൽ നന്നായിട്ട് ഒരു പാട്ട് വായിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഇതിൽ യാതൊരു തെറ്റുമില്ല. നിങ്ങളുടെ കുഞ്ഞിനെ ഒരു ഇൻസ്ട്രുമെൻ്റ് പഠിക്കാനായിട്ട് ഒരു ട്യൂട്ടറിൻ്റെ കീഴിൽ ആക്കിയാൽ അതിനുശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ് എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഏതൊരു മ്യൂസിക് ട്യൂട്ടറിൻ്റെയും ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഒരു കുട്ടിയെ മ്യൂസിക് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് 1-2 മാസം കഴിഞ്ഞ ഉടനെ തന്നെ ആ കുട്ടിയുടെ പേരൻ്റ് വന്നിട്ട് കുട്ടിയെ ഒരു പാട്ട് വായിപ്പിക്കണം, അല്ലെങ്കിൽ കുട്ടിക്ക് ഒരു പെർഫോമൻസിന് പങ്കെടുക്കണം, അതിന് വേണ്ടിയിട്ട് കുട്ടിയെ ട്രെയിൻ ചെയ്യണം എന്ന് പറയുന്നതാണ്. ഇത് എന്നെ സംബന്ധിച്ച് ഏതൊരു ട്യൂട്ടറിൻ്റെയും വലിയൊരു ചലഞ്ചാണ്. കാരണം സപ്പോസ് ഒരു വയലിൻ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയാതെയാണ് ആ കുട്ടി ജോയിൻ ചെയ്യുന്നതെങ്കിൽ ഈ 1-2 മാസം കൊണ്ട് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഹോൾഡിങ്ങും നോട്ട്സ് റീഡിങ് ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും പഠിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ വന്നിട്ട് ആ കുട്ടി ഒരു പാട്ട് വായിപ്പിക്കണം എന്ന് ഒരു പേരൻ്റ് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഏറ്റവും വലിയ ചലഞ്ചാണ്. ചലഞ്ച് പഠിപ്പിക്കുന്ന ടീച്ചറിന് മാത്രമല്ല, പഠിക്കുന്ന കുട്ടിക്കും ഒരു വലിയ ചലഞ്ചാണത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. തീർച്ചയായിട്ടും ആ ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഇഗ്നറൻസ് തന്നെയാണ് പല പേരൻസും ഇത്തരത്തിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനായിട്ട് ഇടയാക്കുന്നത്. പല ട്യൂട്ടേഴ്സും എന്നെ വിളിച്ചിട്ട് ഇങ്ങനെയാണ് ചോദിക്കുന്നത്, ഏതെങ്കിലുമൊക്കെ പാട്ടുകളുടെ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള നോട്ട്സ് തയ്യാറാക്കി കൊടുക്കാനായിട്ട്. കാരണം അവിടെ ഞാൻ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇങ്ങനെയാണ്, പല കുട്ടികളുടെയും പേരൻസിന് 1-2 മാസം കഴിഞ്ഞ ഉടനെ കുട്ടികളെ കൊണ്ട് പാട്ട് വായിപ്പിക്കണം. തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടി പാട്ട് വായിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ആ കുട്ടിക്ക് നിങ്ങൾ ഓവർലോഡ് കൊടുക്കുകയാണ്. ഒരുപക്ഷെ കുട്ടിക്ക് ഉള്ള ഇൻട്രസ്റ്റിനെ തന്നെ നിങ്ങൾ പൂർണ്ണമായിട്ടും അത് ഇല്ലാതാക്കി കളയാനും കൂടെ കാരണം പാട്ട് പഠിപ്പിക്കുന്ന സമയത്ത് ട്യൂട്ടർ എന്ത് ചെയ്യും, മാക്സിമം നന്നായിട്ട് ആ കുട്ടി വായിക്കണമെന്ന് ആഗ്രഹിക്കും, അല്ലേ? കാരണം കുട്ടി നന്നായിട്ട് വായിച്ചിട്ടില്ലെങ്കിൽ ആ പേരൻ്റ് തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു ഇവാലുവേഷൻ നടത്തും. ഈ സാറ് നന്നായിട്ട് പഠിപ്പിക്കുന്നില്ല, അതുകൊണ്ടാണ് എൻ്റെ മോൾക്ക് നന്നായിട്ട് പഠിക്കാനായിട്ട് പറ്റാത്തത്. ഇപ്പോൾ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു പേരൻ്റ് ആണെങ്കിലും മനസ്സിലാക്കിയിരിക്കേണ്ട മെയിൻ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെ പഠിപ്പിക്കുന്ന ട്യൂട്ടറിനറിയാം എപ്പോഴാണ് നിങ്ങളുടെ കുട്ടിയെ ഒരു പാട്ട് പഠിപ്പിച്ച് തുടങ്ങേണ്ടതെന്ന്. നിങ്ങൾ ഒരു പാട്ട് വായിക്കാനായിട്ട് റെഡിയാകുമ്പോൾ അതിനുള്ള സ്കിൽസ് നിങ്ങളിൽ ഡെവലപ്പായി കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ പഠിപ്പിക്കുന്ന ഏതൊരു ട്യൂട്ടറും നിങ്ങൾക്കത് പറഞ്ഞു തരിക തന്നെ ചെയ്യും. അല്ലാതെ ഒരിക്കലും പോയിട്ട് ഒരു 1-2 മാസം കഴിഞ്ഞ ഉടനെ നിങ്ങളുടെ ട്യൂട്ടറിനോട് പാട്ട് പഠിപ്പിച്ച് തരാനായിട്ട് ആവശ്യപ്പെടുന്നത് നല്ലതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതൊരു ഇൻസ്ട്രുമെൻറ്റ് പഠിപ്പിക്കുന്ന ട്യൂട്ടറിൻ്റെ അവസ്ഥ ഇത് തന്നെ ആയിരിക്കാം. കാരണം എല്ലാ കുട്ടികളും പാട്ട് വായിക്കണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് ഓരോ ഇൻസ്ട്രുമെൻറ്റും പഠിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പഠിക്കാനായിട്ട് ജോയിൻ ചെയ്യുന്ന കുട്ടികളും ആ കുട്ടികൾ ജോയിൻ ചെയ്യിക്കുന്ന പേരൻസും ഈ ഒരു കാര്യം വളരെ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുക. നിങ്ങളുടെ കുട്ടിയെ പഠിപ്പിക്കുന്ന ഒരു ട്യൂട്ടറിനെ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് എന്തൊക്കെയാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ആ കുട്ടി എങ്ങനെയാണ് ട്രെയിൻ ചെയ്യേണ്ടത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാവും. അതില്ല എങ്കിൽ ആ ട്യൂട്ടർ നല്ലൊരു ട്യൂട്ടർ അല്ല എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു ട്യൂട്ടറിനോട് വളരെ വേഗത്തിൽ, അതായത് 1-2 മാസം കഴിഞ്ഞ ഉടനെ തന്നെ ഒരു പാട്ട് പഠിപ്പിക്കണം എന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ നിങ്ങളുടെ കുട്ടിക്ക് മ്യൂസിക്കിനോടുള്ള ഇൻട്രസ്റ്റ് എന്നേക്കുമായി ഇല്ലാതാകാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. ഈ ഒരു കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മ്യൂസിക് പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനോടും എനിക്ക് ഉള്ളൊരു റിക്വസ്റ്റാണ്, നിങ്ങളിപ്പോൾ ഏതൊരു ഇൻസ്ട്രുമെൻറ്റ് പഠിച്ചാലും ഒരിക്കലും നിങ്ങളുടെ ട്യൂട്ടറിനോട് എനിക്ക് അത് പഠിപ്പിച്ച് തരൂ, എനിക്ക് ഇത് പഠിപ്പിച്ച് തരൂ, എന്നെ അങ്ങനെ പഠിപ്പിക്കൂ, ഇങ്ങനെ പഠിപ്പിക്കൂ എന്ന് ആവശ്യപ്പെടാനായിട്ട് പാടില്ല. കാരണം ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന ഒരു ട്യൂട്ടർ ബുക്ക് യങ് വയലിൻസ് ട്യൂട്ടർ ബുക്കാണ്. അതിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ ട്യൂട്ടറിന് നിങ്ങൾ എന്ത് പഠിപ്പിക്കണമെന്ന് അറിയത്തില്ലെങ്കിൽ ആ ട്യൂട്ടർ നിങ്ങൾക്ക് പറ്റിയ ആളല്ല. നിങ്ങൾക്ക് എന്ത് പറഞ്ഞു തരണമെന്ന് ആ ട്യൂട്ടറിന് അറിയത്തില്ലെങ്കിൽ
നിങ്ങൾ ആ ട്യൂട്ടറിൻ്റെ അടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഒരു ട്യൂട്ടറിൻ്റെ അടുത്ത് പഠിക്കുമ്പോൾ ആ ട്യൂട്ടറിന് അറിയാം വ്യക്തമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത്, ഏത് മെത്തേഡിലൂടെയാണ് നിങ്ങളെ പഠിപ്പിച്ച് കൊണ്ടുപോകേണ്ടത്, എന്ത് മെത്തഡോളജിയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ആ ട്യൂട്ടറിന് അറിയാമായിരിക്കും. ഇതിനെ അങ്ങനെ അല്ല എങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ ട്യൂട്ടറിൻ്റെ അടുത്ത് പഠിക്കാതിരിക്കുക. ഏതൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് പഠിക്കുന്ന കുട്ടിയുടെയും ഏറ്റവും വലിയ ആഗ്രഹം തങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പാട്ട് ആ ഇൻസ്ട്രുമെൻറ്റിൽ എന്തെങ്കിലും ഒരിക്കൽ പ്ലേ ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. ഇങ്ങനെ ആഗ്രഹിക്കുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല. പക്ഷേ എവിടെയാ പ്രശ്നം? നിങ്ങൾ ജോയിൻ ചെയ്ത് 1-2 മാസം കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പാട്ട് വായിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ നിങ്ങളുടെ മ്യൂസിക്കിലുള്ള ഇൻട്രസ്റ്റിനെ തന്നെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എല്ലാ പേരൻസിനോടും എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യിക്കാനായിട്ട് കഴിയുമോ അത്രയും പ്രാക്ടീസ് ചെയ്യിക്കുക. റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് വളരെ വേഗത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാകും. നിങ്ങൾ ആ ട്യൂട്ടറിനോട് പോയിട്ട് ആ കുട്ടി ഈ പാട്ട് പഠിപ്പിക്കൂ എന്ന് പറയുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണത്. ഞാനിത് നമ്മുടെ നാട്ടിലെ മാത്രം ആൾക്കാർ ഉദ്ദേശിച്ച് പറയുന്നതല്ല. പല സ്ഥലങ്ങളിലുള്ള ആൾക്കാർ, പല സ്ഥലങ്ങളിലുള്ള ട്യൂട്ടേഴ്സ് എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നത് ഏറ്റവും ഈസി ആയിട്ടുള്ള നോട്ട്സാണ് അവർക്ക് ആവശ്യം. ഒരു പാട്ടിൻ്റെ ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള നോട്ട്സ്. അവർ തന്നെ റീസൺ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇത് തന്നെയാണ്. ജോയിൻ ചെയ്തു കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും പേരൻസ് വന്നിട്ട് കുട്ടിയെ ആ പാട്ട് പഠിപ്പിക്കൂ, ഈ പാട്ട് പഠിപ്പിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളമാണ്. അപ്പോൾ ദയവായിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടിക്ക് റെഗുലറായിട്ടുള്ള പ്രോഗ്രസ് ഉണ്ടാവും. ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ പാട്ടുകൾ വായിക്കാനായിട്ട് നിങ്ങളുടെ കുട്ടിക്ക് സാധിക്കുകയും ചെയ്യും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ, നിങ്ങളുടെ ഏജ് പഠിക്കുവാനായിട്ട് യാതൊരു തടസ്സവുമേ അല്ല. പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഒരു 30-35 വയസ്സിലാണ് ഒരു ഇൻസ്ട്രുമെൻറ്റ് പഠിക്കാനായിട്ട് ജോയിൻ ചെയ്യുന്നതെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത് ഒരു നല്ല ഡിറ്റർമിനേഷനാണ്. നിങ്ങൾക്കത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുമെന്ന ഉറച്ച വിശ്വാസമാണ്. അതോടൊപ്പം തന്നെ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നുള്ള ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർക്കുക. നമ്മുടെ ആമയുടെ മുയലിൻ്റെ കഥ പോലെ വളരെ സ്റ്റഡി ആയുള്ള രീതിയിൽ റെഗുലറായിട്ടുള്ള പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ട്യൂട്ടർ പറഞ്ഞു തരുന്ന നിർദ്ദേശങ്ങളൊക്കെ അതേപടി നിങ്ങൾ അനുസരിച്ചിട്ട് അതുപോലെ കറക്ഷൻസ് ഒക്കെ അംഗീകരിക്കുക. ഒരു ട്യൂട്ടർ നിങ്ങൾക്കൊരു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്ന് സാധിക്കുമോ അന്നായിരിക്കും നിങ്ങൾക്ക് ആ കാര്യം നല്ല രീതിയിൽ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നത്. ഇത് എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യമാണ്. അപ്പോൾ എല്ലാ പേരൻസിനും സ്റ്റുഡൻസിനും വേണ്ടി ഒരു കുഞ്ഞു കഥ കൂടെ ഞാൻ പറഞ്ഞുതരാം. ഒരിക്കൽ ഒരു കുഞ്ഞ് ചിത്രശലഭം, ഒരു മനോഹരമായിട്ടുള്ള ഒരു കുഞ്ഞ് ചിത്രശലഭം അതിൻ്റെ കൂട് പൊട്ടിച്ചിട്ട് പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യുമായിരുന്നു. ഇത് കണ്ടുകൊണ്ടിരുന്ന ഒരു കുഞ്ഞു കുട്ടി അയ്യോ പാവം ആ ചിത്രശലഭം എന്തുമാത്രം കഷ്ടപ്പെടുവാണ് എന്ന് കരുതിയിട്ട് ഓടിപ്പോയി അതിൻ്റെ കുഞ്ഞു കൂടിനെ പതുക്കെ കൈവച്ചിട്ട് പൊട്ടിച്ചു കൊടുത്തു. പക്ഷെ എന്തുകൊണ്ടായി? ആ കുഞ്ഞു ചിത്രശലഭം താഴെ വീണിട്ട് പിടഞ്ഞ് ചത്തുപോവുകയാണ് ചെയ്തത്. എന്താണ് അതിൻ്റെ കാരണം എന്നറിയാമോ? ആ ചിത്രശലഭത്തിന് അതിൻ്റെ ചിറകുകൾക്ക് ബലം കിട്ടുന്നത് ആ കുഞ്ഞു കൂടിനെ അതിൻ്റെ 2 ചിറകുകളും വച്ചിട്ട് തള്ളി പൊട്ടിച്ച് പുറത്ത് വരുമ്പോഴാണ് ആ ചിത്രശലഭത്തിൻ്റെ ചിറകുകൾക്ക് ബലം കിട്ടുന്നത്. പക്ഷേ ഈ കുഞ്ഞു കുട്ടി പോയിട്ട് അതിനെ കവചത്തെ പൊട്ടിച്ചു കൊടുത്തപ്പോഴത്തേക്കും അതിന് സാധിക്കാതെ വരികയും ചിറകുകൾക്ക് ബലം കിട്ടാതെ തറയിൽ വീണത് ചത്തുപോവുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പഴമക്കാർ പറയത്തില്ലേ, പിഞ്ചിലെ പഴുക്കുന്ന മാങ്ങയ്ക്ക് അധികം മധുരം ഉണ്ടാവത്തില്ലെന്ന്. അപ്പോൾ അതെപ്പോഴും ഓർക്കുക. നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ ടൈം കൊടുക്കുക, പഠിക്കാനുള്ള ടൈം കൊടുക്കുക, പഠിപ്പിക്കാനുള്ള ടൈം നിങ്ങൾ ട്യൂട്ടേഴ്സിന് കൊടുക്കുക. തീർച്ചയായിട്ടും നല്ല സക്സസ് നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടാകും. അപ്പോൾ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്ക് തരുന്ന കറക്ഷൻസ് അത് വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുവാനും അക്സെപ്റ്റ് ചെയ്യാനും നിങ്ങൾ തയ്യാറാകണം. അതിപ്പോൾ എന്ത് കറക്ഷൻ ആയാലും നിങ്ങൾക്കൊരു പക്ഷേ ടീച്ചർ പറയുന്ന ആ ഒരു കറക്ഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ലെങ്കിൽ ടീച്ചറോട് ചോദിക്കുക. ഇപ്പോൾ എന്താണ് ഞാൻ അവിടെ വരുന്ന മിസ്റ്റേക്ക് എന്ന് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും ആ ടീച്ചർ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾ കറക്റ്റ് എന്ത് മിസ്റ്റേക്കാണ് അതെങ്ങനെ ക്ലിയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. അതല്ലാതെ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യാതിരുന്നാൽ ഒരിക്കലും തന്നെ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. മ്യൂസിക് പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾക്കൊരു നല്ല എളിമയുള്ള ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ, വളരെ ഹമ്പിളായിട്ടുള്ള ഒരു നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ നന്നായിട്ട് മ്യൂസിക് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. കാരണം എന്നെ പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സും പറഞ്ഞുള്ള കാര്യമാണ്, മ്യൂസിക് ഈസ് സംതിങ് ഡിവൈൻ. അല്ല, എല്ലാ ആൾക്കാർക്കും പറ്റാത്തൊരു കാര്യമാണ് മ്യൂസിക് എന്ന് പറയുന്നത്. പക്ഷേ എല്ലാ ആൾക്കാർക്കും ജഡ്ജ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് മ്യൂസിക്. ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോടൊക്കെ സാധാരണ പറയുന്നൊരു എക്സാമ്പിളുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു എക്സാം എഴുതുക. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു സയൻസിൻ്റെ ഒരു ടെസ്റ്റ് എഴുതുക.
നമ്മൾ എഴുതുന്ന ഈ എക്സാമിൻ്റെ ആൻസർ ഷീറ്റ് തീർച്ചയായിട്ടും വെരിഫൈ ചെയ്യുന്നത് ആരായിരിക്കും? ആ സയൻസ് സബ്ജക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ടീച്ചറായിരിക്കും അല്ലേ? അല്ലാതെ ഇംഗ്ലീഷ് ടീച്ചറോ മലയാളം ടീച്ചറോ ആയിരിക്കത്തില്ല. മോസ്റ്റ് പ്രോബബ്ലി സയൻസ് ടീച്ചർ തന്നെയായിരിക്കും ആ ഒരു ആൻസർ ഷീറ്റ് കറക്റ്റ് ചെയ്യുന്നത്. പക്ഷേ മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ ഇത് വളരെ വളരെ വിപരീതമായിട്ടാണ് സംഭവിക്കുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഒരു പാട്ട് വായിക്കുകയോ നിങ്ങൾ പാട്ട് പാടുകയോ ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ മേ ബി വഴിയെ അത് കേട്ടുകൊണ്ട് പോകുന്ന ഏതെങ്കിലും ഒരു ചേട്ടനോ ചേച്ചിയോ ആയിരിക്കും വിളിച്ച് പറയുന്നത്, എടാ മോളെ അവിടെ ആ ഭാഗത്ത് ചെറിയൊരു കർശമുണ്ട് കേട്ടോ, അവിടെ ചെറുതായിട്ടൊരു തെറ്റുണ്ട് കേട്ടോ. അതായത് മ്യൂസിക് ജഡ്ജ് ചെയ്യാനായിട്ട് എല്ലാവർക്കും സാധിക്കും. അത് തന്നെയാണ് മ്യൂസിക് പഠിച്ചെടുക്കുവാനുള്ള ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത്. ഒരുപക്ഷെ മറ്റ് സബ്ജക്റ്റുകളൊക്കെ അതാത് ടീച്ചേഴ്സാണ് കറക്റ്റ് ചെയ്യുന്നതെങ്കിൽ മ്യൂസിക് എല്ലാവർക്കും ഈസി ആയിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ എന്തെങ്കിലും ഒരു പാട്ടൊക്കെ വായിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ പേരൻസ് നിങ്ങളോട് പറയുവാണ്, അവിടെ ചെറിയ കറക്ഷൻ കേട്ടോ, അവിടെ അങ്ങനെയല്ല കേട്ടോ എന്ന് പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറാകണം. ഞാൻ വയലിൻ പഠിച്ച് തുടങ്ങിയ സമയത്ത് വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പാട്ട് വായിക്കുമ്പോൾ ഞാൻ കരുതുന്നത് വളരെ മനോഹരമായിട്ട് ഞാൻ വായിക്കുന്നുണ്ടെന്നാണ്. പക്ഷേ എൻ്റെ അമ്മ വന്നിട്ട് പറയും, എടാ ആ വരി കറക്റ്റായില്ല, നീ വായിച്ച ആ ഭാഗത്ത് ആ വേർഡ് കറക്റ്റായില്ല. ഇങ്ങനെ പറയുമ്പോൾ ഞാൻ മനസ്സിൽ കരുതിയിട്ടുണ്ട്, ദൈവമേ എൻ്റെ അമ്മ ഇതൊന്നും പഠിക്കാതെയാണല്ലോ ഇതൊക്കെ ഇങ്ങനെ ഒന്ന് പറയുന്നത് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും ഒരിക്കലും ഞാൻ അത് അംഗീകരിക്കാതിരുന്നിട്ടില്ല. ഞാൻ പറയും ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് വീണ്ടും അത് ട്രൈ ചെയ്ത് കറക്റ്റ് ചെയ്ത് വീണ്ടും വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ പേരൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളോ നിങ്ങളൊരു പാട്ട് വായിക്കുകയോ അല്ലെങ്കിൽ പാട്ട് പാടുകയോ ഒക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും കറക്ഷൻ തന്നു കഴിഞ്ഞാൽ വളരെ സന്തോഷത്തോടെ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുക, അത് കറക്റ്റ് ചെയ്യുക. കാരണം നമ്മൾ പുറത്ത് പോയിട്ട് അതേ മിസ്റ്റേക്ക് വരുത്തുന്നതിനേക്കാളും എത്രയും നല്ലതാണ് നമുക്ക് ഏറ്റവും അറിയാവുന്ന നമ്മുടെ പേരൻസ്, നമ്മുടെ വീടിനകത്തുള്ള ഫാമിലി മെമ്പേഴ്സ് തന്നെ അത് കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങൾ ക്ലാസ്സിലിരുന്ന് കീബോർഡോ ഫ്ലൂട്ടോ ഏതെങ്കിലും ഇൻസ്ട്രുമെൻറ്റ് ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്ന സമയത്ത് ഒരിക്കലും അത് പെർഫോം ചെയ്യുകയാണെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ലാതിരിക്കുന്നതാണ് ബെറ്റർ. കാരണം പെർഫോം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര മേ ബി ടെൻഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അയ്യോ തെറ്റിപ്പോകുമോ എന്നുള്ള അല്ലെ, തെറ്റാതെ വായിക്കണം, ഇങ്ങനെയൊക്കെയുള്ള പല പല ടെൻഷൻസ് ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കുക, ഞാൻ പഠിക്കുവാണ്, ഒരു പക്ഷേ തെറ്റുകളുണ്ടാവാം, എൻ്റെ ടീച്ചറിന് അതറിയാം, ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡിലാണ് നിങ്ങളിത് പഠിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മ്യൂസിക് പഠിക്കുന്ന ആ ഡേയ്സ് വളരെയധികം എൻജോയബിൾ ആയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ ടീച്ചറിന് അറിയാം നിങ്ങൾ പഠിക്കുമ്പോൾ കുറേ സ്ക്രാച്ചസ് ഉണ്ടാക്കും. വയലിനാണെങ്കിൽ കുറേ സ്ക്രാച്ചിങ് സൗണ്ട്സ് ഉണ്ടാക്കും, കുറേ ഔട്ട് നോട്ട്സ് പ്ലേ ചെയ്യും, അപ്പോൾ ഏത് ഇൻസ്ട്രുമെൻറ്റിലായാലും. അപ്പോൾ അത് നിങ്ങളുടെ ടീച്ചറിന് അറിയാം. അപ്പോൾ ടീച്ചറിന് അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യം നിങ്ങളും എന്ത് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക, ടീച്ചർ പറയുന്ന കറക്ഷൻസ് അംഗീകരിക്കുക. അതോടൊപ്പം തന്നെ എല്ലാ പേരൻസും ട്യൂട്ടേഴ്സും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ചില കുട്ടികൾ തീർച്ചയായിട്ടും എക്സ്ട്രാ ഓർഡിനറിയാണ്. അവർക്ക് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും മറ്റു കുട്ടികൾ ഒരുപാട് നാളെടുത്ത് പഠിക്കുന്ന കാര്യങ്ങൾ മേ ബി വിത്തിൻ എ ക്ലാസ് പഠിച്ചെടുക്കാൻ പോലും കഴിവുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അവർ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ആ രീതിയിൽ തന്നെ ട്രെയിൻ ചെയ്യിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഓരോ കുട്ടികളുടെയും കഴിവും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരിതുണ്ടല്ലോ, അഡോപ്റ്റ് ചെയ്യുന്ന രീതി, ഇതൊക്കെ അറിഞ്ഞാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവർക്ക് ശരിയായിട്ടുള്ള ലെസൺസ് ആയാലും ട്രെയിനിങ് ആയാലും കൊടുക്കേണ്ടത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മ്യൂസിക് പഠനം വളരെയധികം സന്തോഷം നിറഞ്ഞായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. അതുവരെ ബൈ ബൈ.